ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷെറിൻ. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ക്യാബേജ്, ക്യാരറ്റ്, മല്ലിയില, കറിവേപ്പില, ക്യാപ്സിക്കം, ചില്ലി, ഒനിയൻ, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 എഗ്ഗാണ്. അത് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം ബോൺലെസ് ചിക്കൻ ഒരു 300 ഗ്രാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നമ്മൾ നന്നാക്കി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം എടുത്തു വെക്കാനായിട്ട്. പിന്നെ നമ്മളൊരു പാത്രം വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചിക്കന് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്നില്ല, പകരം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ ആയി വരും. നല്ല ബ്രൗൺ കളർ ആവേണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം അങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വെക്കാം. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1.5 സ്പൂൺ നമ്മളൊരു കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ട 6 എണ്ണം എടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. എഗ്ഗിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. മിനിമം ഒരു 6 എണ്ണമെങ്കിലും എടുക്കണം, എങ്കിലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പച്ചക്കറികൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പച്ചക്കറികൾ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളൊരു നുള്ളു ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അതിൽ കുറച്ച് സോയാ സോസും ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂണൊക്കെ മതിയാവും. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പച്ചക്കറിയുടെ കൂട്ട് ഇവിടെ ശരിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ റൈസ് വേറെയും വെജിറ്റബിൾസ് വേറെയാണ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ദം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, ഏലക്കായി, കറുവപ്പട്ട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യമേ ഇതിൻ്റെ റൈസ് നമ്മളൊരു അരമണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈസ് വെന്ത് പോയി എന്നുള്ളൊരു ഇഷ്യൂ വരില്ല. കാരണം നമുക്ക് വേവ് നോക്കിയതിന് ശേഷം ഇത് നമ്മൾ വാർത്തെടുത്ത് വയ്ക്കും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെന്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ച് അതിലെ വെള്ളം ഒഴിവാക്കിയതാണ്. അപ്പം നമുക്ക് വെന്ത് പോകുന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഇത് നമ്മൾ ദം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിനാദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഏറ്റവും അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ മസാല ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് ഒന്ന് തൂവി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ചോറും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈഡ് റൈസ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വെജിറ്റബിൾസ് കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ദം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ദം ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം, ഒരു ദം ചെയ്തെടുക്കാം. ഓക്കെ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഫ്രൈഡ് റൈസ്.
അപ്പോൾ സോ നമുക്ക് ഇങ്ങനെ ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ കടായിയുടെ കൂടെ സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്